ഹലോ, എടാ പ്രമോദ, നീ എവിടാ? നീ ഓടിയാൻ വരുന്നില്ലേ? എടാ, നീ വീട്ടുകാരെ കൂട്ടി പെട്ടെന്ന് വാ. ഓക്കെ. എടി, എങ്ങനെയുണ്ട് കാര്യങ്ങള്? നല്ല രീതിയിൽ വോട്ടിംഗ് നടന്നിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്ത് കഴിഞ്ഞു. വോട്ടിംഗ് നിലവാരം കണ്ടിട്ട് നിനക്കെന്ത് തോന്നുന്നു? അമ്മ ജയിക്കൂ? ജയിക്കും തന്നെ എന്റെ പ്രതീക്ഷ. നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വോട്ടുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ആ കണക്കുകൂട്ടലനുസരിച്ച് ദുർഗാമ്മ ഈസിയായിട്ട് ജയിക്കും. ജയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവസാനേ വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലെ അവസ്ഥയാവും. അതെനിക്കറിയാടാ. ദുർഗാമ്മയെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ കഴിവിന്റെ മാക്സിമം നോക്കിയിട്ടുണ്ട്. അതിന്റെ ഫലം എന്തായാലും കിട്ടാതിരിക്കില്ല. അഥവാ അമ്മ തോറ്റുപോയാ ഇതുപോലൊരു അവസരം നിനക്കിനി കിട്ടില്ല. ഇതുവരെ നീയും അമ്മ ഉണ്ടായിരുന്ന ഉടക്കിനേക്കാൾ ഗംഭീര ഉടക്കായിരിക്കും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. ഞാനത് ചിന്തിച്ചിട്ടുണ്ട്. ഇലക്ഷന്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചതെന്ന് വിപരീതമായ അമ്മ നാണം കിടന്നതേ ഈ നാട്ടുകാരുടെ മുന്നില്ല. അമ്മയ്ക്കതേ ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അഭിമാനം നഷ്ടപ്പെട്ട പിന്നെ അമ്മ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലായിരിക്കും. പിന്നീട് അമ്മ എന്തൊക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവില്ല. അതൊക്കെ മുൻകൂട്ടി മനസ്സിൽ കണ്ടിട്ട് തന്നെയാ ദുർഗാമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രയത്നിച്ചത്. എനിക്കറിയാം ഇലക്ഷനിൽ തോറ്റ ദുർഗാമ്മയ്ക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് രാവും പകലും ഇല്ലാതെ ഞാൻ ദുർഗാമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്. നീ സമാധാനായിട്ടിരിക്കടാ, ദുർഗാമ്മ ജയിക്കും. അമ്മ ജയിച്ചാലേ ശരിക്കും ജയം നിന്റേതായിരിക്കും. അത് നിന്റെ ജയമായിരിക്കും. എന്റെ മാത്രം ജയമല്ല, നമ്മുടെ ജയമെന്ന് പറ. എന്റെയും നിന്റെയും ജയം. എന്റെ വിശ്വാസം അനുസരിച്ച് അമ്മ ജയിച്ച അമ്മയ്ക്ക് നിന്നോടുള്ള ശത്രുത എല്ലാം മാറും. നിന്നോടെ നല്ല മതിപ്പുണ്ടാവും. അമ്മ നിന്നോട് കൂടുതൽ അടുക്കും. ഒരുപക്ഷെ അമ്മ പിടിച്ചു നിന്നെ അമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാക്കി മാറ്റും. എനിക്ക് മനസാക്ഷി സൂക്ഷിപ്പുകാരിയൊന്നും ആവണ്ട. ദുർഗാമ്മ ജയിച്ചു കഴിഞ്ഞാ പിന്നെ ദുർഗാമ്മയുടെ ഭരണകാര്യങ്ങളിലൊന്നും ഇടപെടാൻ ഞാൻ നിൽക്കില്ല. ഇലക്ഷൻ കഴിയുന്നവരെ എന്റെ റോളുള്ളൂ. അഥവാ അമ്മ എങ്ങനെ തോറ്റുപോയാ തുളസിയോട് അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതെനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എടാ, തുളസി അവളുടെ കഴിവിന്റെ പരമാവധി ദുർഗയ്ക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ തെളിവല്ലേ ദുർഗയ്ക്ക് കിട്ടുന്ന ഓരോ വോട്ടും. എത്ര വോട്ട് കിട്ടിയാലും അതെല്ലാം തുളസിയുടെ മിടുക്ക് തന്നെയാ. അല്ലാതെ ദുർഗയെ കണ്ടൊന്നുമല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. അല്ല എടാ, അമ്മയെ കണ്ട് വോട്ട് ചെയ്യുന്നവരുണ്ടാവും. അവരുടെ എണ്ണം കുറവായിരിക്കും. അല്ലാതെ ദുർഗ ഇലക്ഷനിൽ തോറ്റെന്ന് കരുതി അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ തുളസിയുടെ തലയെ കൊണ്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തുന്നതിലും വഴക്ക് പറയുന്നതിലും ഒരു അർത്ഥവുമില്ല. ഇത് എന്നോട് പറയാതെ അമ്മയോട് പറയാൻ പറ്റൂ? പറഞ്ഞ അമ്മ കേക്കൂ. ഇലക്ഷന് തോറ്റ അമ്മ തുളസി നിർത്തി പൊരിക്കും. എടാ, നീ ദുർഗ തോറ്റു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി ദുർഗ ജയിച്ചാലോ? അപ്പോ നിന്റെ അമ്മയ്ക്ക് തുളസിയോടുള്ള സമീപനം എന്തായിരിക്കും? അമ്മയല്ലേ, ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. നീ ധൈര്യമായിട്ടിരിക്കേ, നമ്മൾ തന്നെ ജയിക്കും. അതിനുള്ള പണിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. ഇതുവരെയുള്ള വോട്ടുകൾ എണ്ണിയപ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ ശ്രീമതി കനകദുർഗ കൃഷ്ണപ്രസാദിനേക്കാൾ ശ്രീമതി ഉമാ മഹേശ്വരി 1000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഉമാ മഹേശ്വരി തന്നെയാണല്ലോ ലീഡ് ചെയ്യുന്നത്. ഇത് കാര്യമാക്കണ്ട. ഇപ്പൊ എണ്ണിയ ബൂത്തുകൾ അവർക്ക് സ്വാധീനമുള്ള ബൂത്തുകളാ. ഇനിയും വോട്ടുകൾ എണ്ണാനുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഇപ്പോൾ ശ്രീമതി ഉമാ മഹേശ്വരി ശ്രീമതി കനകദുർഗ കൃഷ്ണപ്രസാദിനേക്കാൾ 300 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. നിർത്ത്. അധിക സന്തോഷമൊന്നും വേണ്ട. ലീഡ് നില കുറഞ്ഞത് കണ്ടില്ലേ? 300 വോട്ടിന്റെ ലീഡൊന്നും ലീഡല്ല. അതെപ്പോ വേണമെങ്കിലും മാറി മറിയാം. കേട്ടില്ലേ ദുർഗാമ്മ? ഉമാ മഹേശ്വരിയുടെ ലീഡ് കുറഞ്ഞു. ഇനിയുള്ള റൗണ്ടുകളിൽ ദുർഗാമ്മയ്ക്കായിരിക്കും ലീഡ്. അവരുടെ പരാജയം തുടങ്ങിക്കഴിഞ്ഞു. തുളസി, നമ്മള് മുന്നേ വരുമോ? വരും. ഇല്ലെങ്കിൽ ദുർഗാമ്മ നോക്കിക്കോ. അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയ അവർക്ക് തോൽക്കുമെന്നുള്ള പേടി തുടങ്ങിക്കഴിഞ്ഞു. വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാ ബൂത്തുകളിലെയും വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ 2020 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കനകദുർഗ വിജയിച്ചിരിക്കുന്നു. കനകദുർഗയെ വിജയിയായി പ്രഖ്യാപിച്ചു.
അണിഞ്ഞു വന്ന എന്റെ ദുർഗേച്ചിക്ക് ഈ ഉള്ളവളുടെ അഭിനന്ദനങ്ങൾ. ക്ഷീണിച്ചു വന്നല്ലേ, ഈ ജ്യൂസ് കുടിച്ചേ. അമ്മയെ ജയിപ്പിക്കാൻ വേണ്ടി തുളസി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ റിസൾട്ടും കൂടിയാ ഈ വിജയം. അവളെന്ത് കഷ്ടപ്പെട്ടു തേരാ പാറ എന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, അത്ര തന്നെ. അല്ലാതെ അവളെ കണ്ടിട്ടൊന്നും അല്ല ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്ത്. തുളസി കൂടെ കൂടിയതുകൊണ്ടാ ആന്റിയുടെ ഭൂരിപക്ഷം ഇത്രയും കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയനെ, അല്ലേ സുലു ആന്റി? അതെ അതെ. അല്ല, തുളസി ഇവിടെ. അവൾ അവിടെ എവിടെയുണ്ട്. ഹലോ, ആ താങ്ക് യു. ആ പിന്നെ ആതിര, അതെന്ത് നിങ്ങൾ വരുമ്പോ തുളസിയും കൂടെ കൂട്ടാതിരുന്നത് എന്താ? എനിക്കറിയില്ല. ആന്റി അല്ലേ അവളെ വിളിക്കേണ്ടത്. ആന്റി അവളെ വിളിച്ചില്ല. അങ്കിളെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ സുലു, നീ പായസവും സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കണം. എന്നെ അഭിനന്ദിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വരും. അവർക്ക് എന്തെങ്കിലും മധുരം കൊടുക്കണ്ടേ? ശരി. നീയും ദുർഗയും കൂടി കളിച്ചതേ ഈ ഉമാമഹേശ്വരിയോടാ. നീ അവളെ പ്രേരിപ്പിച്ച് ഇലക്ഷന് നിർത്തിയത്. ഇലക്ഷനിൽ നിന്ന് പിന്മാറണമെന്ന് ഞാനും ശിവേട്ടനും കൂടി നിന്നോടും ദുർഗയോടും അപേക്ഷിച്ചു. നിങ്ങൾ ചോദിക്കുന്ന പണം പകരമായി തരാമെന്ന് ഓഫറും വച്ചു. പക്ഷേ നീ അതിന് തുരങ്കം വച്ചു. നിന്നെ ദുർഗ അനുസരിച്ചു. അവള് പിന്മാറിയില്ല. അന്ന് ഞാൻ നിന്റെ പേര് മാർക്ക് ചെയ്തതാ. ഈ നാട്ടിൽ നിങ്ങൾക്ക് മാത്രമേ ഇലക്ഷന് നിൽക്കാൻ പാടുള്ളൂ. നിങ്ങൾ ആരാ? ഇവിടുത്തെ നാട്ടുരാജാവോ? എടി, കൂടുതൽ അങ്ങോട്ട് നെഗളിക്കല്ലേ. ഇത് എന്റെ ഇടവോ. ഇവിടെ ഇട്ട് നിന്നെ തീർത്ത് കളഞ്ഞ വേറൊരു മനുഷ്യ കുഞ്ഞു പോലും അറിയില്ല. കേട്ടോടി. നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്ന? ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചങ്ങ് ചെയ്യും. കണ്ണുകളയും ഞാൻ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ദുർഗയെ ഈ വേഷം കെട്ടിച്ചതും അവളെ ജയിപ്പിച്ചതും നീയാ. നീ ഒറ്റ ഒരുത്തി കാരണോ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ദുർഗ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചു. ഓ, അതുകൊണ്ട് വിജയിച്ചു. പിന്നെ ദുർഗാമ്മയ്ക്ക് നല്ല ഇമേജും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ അഴിമതിക്കാരി എന്ന ലേബല് ദുർഗാമ്മയ്ക്കില്ല. നിങ്ങളുടെ മോശം പ്രവർത്തനവും നിങ്ങളുടെ പേരുദോഷവും നിങ്ങളെ തോൽപ്പിച്ചു. അത്രേ ഉള്ളൂ കാര്യം. അതിന് നിങ്ങൾ ഇങ്ങനെ കലി തുള്ളണ്ട. എം എൻ നമ്പ്യാർ കളിച്ചിട്ടും കാര്യമില്ല. പേടിപ്പിക്കല്ലേ. ഇതൊന്നും കണ്ട് തുളസി പേടിക്കില്ല. നിന്റെ ഈ ആവേശം കൊള്ളാം. പക്ഷേ ഇതിനധികം ആയുസില്ലാന്ന് നീ ഓർത്തോ. ജയിച്ചു എന്ന് കരുതി ദുർഗ സന്തോഷിക്കട്ടെ. അവൾക്കൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. നീ കാരണമാണ് അവള് ജയിച്ചതെങ്കിൽ അതേ നിന്നിലൂടെ തന്നെ അവൾക്കുള്ള പണിയും ഞാൻ കൊടുത്തിരിക്കും. അതിനുവേണ്ടിയാ നിന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തു പണിയാ? അതൊക്കെ അറിയേണ്ട നേരത്തെ അറിയാം. ഇപ്പൊ നീ ഇതിനകത്ത് കിടക്ക്. നിങ്ങളുടെ ഒരു പണിയും നടക്കാൻ പോകുന്നില്ല. കാണാം കാണാം. അല്ലെങ്കിലും രാജയോഗമുള്ള ജാതകം എന്റേത്. രാജ്ഞിയെ പോലെ നാട് ഭരിക്കുമെന്ന് ജാതകം കുറിച്ച് പണിക്കര് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മ പറയുമായിരുന്നു. ഞാൻ സത്യത്തെ അതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പൊ പണിക്കര് പറഞ്ഞത് സത്യമായില്ലേ. ഇനി എനിക്ക് രാജയോഗം തന്നെയാ. അപ്പൊ ആന്റിക്ക് രാജയോഗം ഉള്ളതുകൊണ്ടാണ് ആന്റി ജയിച്ചത്, അല്ലാതെ തുളസിയുടെ കഴിവുകൊണ്ടൊന്നല്ല. അതെ, അത് തന്നെയാ. രാജയോഗം ജാതകത്തിലുണ്ടെങ്കിൽ പിന്നെന്തിനാ വേറൊരാളുടെ സഹായം? നിങ്ങൾ പറഞ്ഞത് ശരിയാ. അവള് കൂടെയില്ലെങ്കിലും ഈ ഇലക്ഷനിൽ ഞാൻ പുഷ്പം പോലെ ജയിക്കുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ തുളസി എന്ത് ചെയ്തെന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അവളുടെ ആ പ്രകടനം കൊണ്ട് ഒരു വോട്ട് പോലും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്റെ ജാതകത്തിന്റെ ഭാഗ്യം, എന്റെ വ്യക്തിപ്രഭാവം, എനിക്കുള്ള ഈശ്വരാനുഗ്രഹം, അതുകൊണ്ട് ഞാൻ ജയിച്ചു. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് മാത്രമുള്ളതാ. തുളസിക്ക് അതിലൊന്നും അവകാശപ്പെടാനില്ല. ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? സന്തോഷായി ആന്റി, ഒത്തിരി സന്തോഷായി. ആന്റിക്ക് അറിയാലോ, എന്റെ ഏറ്റവും വലിയ സ്വപ്നം നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്നെ മാരി ചെയ്യുന്ന ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്.
വാക്കു മാറ്റി പറയുമെന്ന് ഇടയ്ക്ക് നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അത് പിന്നെ ആന്റി തുളസിയോട് കൂടുതൽ അടുത്തപ്പോ സത്യത്തിൽ ഞാൻ അങ്ങനെ കരുതി. അതൊക്കെ എന്റെ ഒരു അഭിനയമായിരുന്നില്ലേ? ഞാൻ അവളോട് അടുക്കാനോ? എന്റെ ജീവിതത്തിൽ ഞാനും അവളുമായിട്ട് ഒരിക്കലും ഒന്നിക്കില്ല. അവളെ എന്റെ ബദ്ധ ശത്രുവാണ്. അവളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ഇനിയും അങ്ങനെ കാണൂ. ആന്റി അവൾക്ക് കുറച്ച് ഫ്രീഡം അനുവദിച്ചു കൊടുത്തപ്പോ എന്തായിരുന്നു അവളുടെ നെഗളിപ്പ്? ആ സ്വാതന്ത്ര്യം ഞാൻ അവൾക്ക് മനഃപൂർവ്വം അനുവദിച്ചു കൊടുത്തതാ. ഉമാമഹേശ്വരി ഇലക്ഷന് തോൽപ്പിക്കണമെന്നത് എന്റെ ഒരു വാശിയായിരുന്നു. അതിന് എന്നോടൊപ്പം രാപകലില്ലാതെ അധ്വാനിക്കാൻ ഒരാളെ എനിക്ക് വേണമായിരുന്നു. തുളസി അത് സ്വയം ഏറ്റെടുത്തു. അത് നന്നായില്ലേ? ഇപ്പോ എന്റെ ആവശ്യം കഴിഞ്ഞു. ഞാൻ അവളെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. ആന്റിയുടെ ബുദ്ധി അപാരം തന്നെ. തുളസി എന്നെ തോൽപ്പിക്കുമെന്നല്ലേ നീയും സുലുവും പറഞ്ഞത്? ഇപ്പൊ എന്തായി? ആരെ തോൽപ്പിച്ചു? അവള് മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. അതാണ് ഞാൻ. ഭാഗ്യം എപ്പോഴും എന്റെ കൂടെ തന്നെയാ. അവളുടെ നിർബന്ധത്തിന് ഞാൻ ഇലക്ഷനിൽ നിന്നു, ഞാൻ ജയിച്ചു. ഇനി നിങ്ങളുടെ വിവാഹം നടത്തുന്നതോടെ ഞാൻ വീണ്ടും വിജയിക്കും. അവൾ അവളുടെ ജീവിതത്തിൽ എന്നേക്കുമായി എന്റെ മുന്നിൽ പരാജയപ്പെടും. ആ, ഞാനേ ചന്ദ്രദാസിനെ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. മോള് ഡാഡിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. ചന്ദ്രദാസ് അവധി കഴിഞ്ഞ് തിരികെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വിവാഹം നടത്താം. മൈ സ്വീറ്റ് ആന്റി. ചോദിച്ചത് കേട്ടില്ലേ? തുളസി എവിടെയെന്ന്? തുളസി വോട്ട് എണ്ണുന്നിടത്തുണ്ടായിരുന്നു, പിന്നെ ഞാൻ അവളെ കണ്ടില്ല. എന്തു പറ്റി? അവളെ കാണാനില്ല. കാണാനില്ലേ? അവളെവിടെ പോയി? ഒന്നും അറിയാത്ത പോലെ എന്റെ മുന്നിൽ നടിക്കരുത്. അല്ല, ജയൻ ഇപ്പൊ എന്താ വേണ്ടത്? തുളസിയെ കാണാനില്ല. അവൾ എവിടെയുണ്ടെന്ന് അറിയണം. അത് ദുർഗേച്ചിക്ക് അറിയാം. എനിക്കെങ്ങനെ അറിയാനാ ജയ? ദുർഗേച്ചിക്ക് അറിയാം. അത് കൊള്ളാം. അവളെന്താ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ടാ ചെയ്യുന്നേ? കണ്ടെടുത്ത് നിരങ്ങി നടക്കുന്ന പെമ്പിള്ളേരുടെ ഗാർഡിയനൊന്നും അല്ല ഞാൻ. അവളെ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കും. ദുർഗേച്ചി, നിങ്ങളെ ഇലക്ഷന് ജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച കുട്ടിയാണ് തുളസി. അവളുടെ കഠിനാധ്വാനം കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്. എന്നിട്ട് ഇപ്പൊ അവളെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലേ? അവളോട് ചെറിയൊരു സിമ്പതി പോലും കാണിക്കുന്നില്ലല്ലോ. അതെ, ഞാൻ ജയിച്ചത് അവളുടെ പ്രവർത്തന മികവ് കൊണ്ടൊന്നുമല്ല. എന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ വ്യക്തിത്വം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവരെന്നെ ജയിപ്പിച്ചു. എന്റെ ജയത്തിന്റെ അവകാശമൊന്നും തുളസി ഏറ്റെടുക്കണ്ട. എന്റെ ഈ വിജയം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഏറ്റവും അവസാനം അവൾ ഉണ്ടായിരുന്നത് ദുർഗേച്ചിയുടെ ഒപ്പമാണ്. ഇലക്ഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ദുർഗേച്ചിയുടെ ഒപ്പം ഉണ്ടായിരുന്ന തുളസി ഇപ്പൊ എവിടെ പോയി? അത് അറിയില്ലെന്ന് ദുർഗേച്ചി പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. റിസൾട്ട് വന്നപ്പോ അവള് കൂടെ ഉണ്ടായിരുന്നു, അത് ശരി തന്നെയാ. ഞാൻ ജയിച്ചതറിഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തിയ പ്രവർത്തകർക്കൊപ്പം ചാടിയും തുള്ളിയും തുളസി അവിടെ ഉണ്ടായിരുന്നു. തിരക്കിനിടയില് ഒരു മിന്നായം പോലെയാ ഞാൻ അവളെ കണ്ടത്. പക്ഷേ അതിനുശേഷം ഞാൻ അവളെ കണ്ടതേയില്ല. അവൾ എവിടെ പോയെന്നും എനിക്കറിയില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ലെന്ന്. അല്ല, ഞാനെന്തിനാ ജയനോട് കള്ളത്തരം പറയുന്നേ? ജയ, വെറുതെ എന്നെ വിചാരണ ചെയ്തിട്ട് കാര്യമില്ല. തുളസി എവിടെയാണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. ഇതെന്റെ ഒരു ഇമ്പോർട്ടന്റ് കോളാ. ഞാനിതൊന്ന് എടുത്തോട്ടെ. ജയൻ ചെല്ല്. പിന്നെ ഒരു സത്യം പറയാലോ, ഈ കുട്ടികളുടെ വിവാഹത്തിന് അവളുടെ മുഖം കാണാതിരിക്കുന്നതാ എനിക്കിഷ്ടം. എന്റെ ആഗ്രഹം ദൈവം കണ്ടറിഞ്ഞ് സാധിച്ചു തന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം. ഈശ്വരാ, ആദിയുടെയും കല്യാണം കഴിയുന്നത് വരെ അവള് വരരുതേ.
ദുർഗ, തനിക്കെങ്ങനെ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കാൻ കഴിയുന്നു? തുളസി എന്റെ ശത്രുവാ. അവളുടെ ഇത്രയും മനസ്സിലിവൊക്കെ മതി. ദുർഗ, പ്രസാദേട്ടാ, എനിക്ക് നമ്മുടെ മോന്റെ വിവാഹ കാര്യമാണ് പ്രധാനം, അല്ലാതെ തുളസി അല്ല. അവൾ എവിടെയോ പോയി തൊലയട്ടെ. ആദിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടത്തണം. അതങ്ങനെ തന്നെ നടക്കും. രണ്ടു ദിവസം കഴിഞ്ഞാ നിന്റെ മോന്റെ കല്യാണമല്ലേ? ആ കല്യാണം കൂടാൻ നിനക്ക് പറ്റില്ല. തുളസിയെ കൊന്ന കുറ്റത്തിന് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. മകന്റെ വിവാഹം ഉണ്ണേണ്ട നേരത്ത് നീ സ്റ്റേഷനിൽ കിടന്ന് അഴിയെണ്ണു. പിന്നെ നീ രാജിവെക്കൊന്നും വേണ്ട. കൊലക്കുറ്റത്തിന് നീ അകത്തായ സ്വാഭാവികമായും നിന്റെ സീറ്റ് തെറിക്കും. അവിടെ റീഎലക്ഷൻ വരും. ഞാൻ വീണ്ടും മത്സരിക്കും. ഞാൻ തന്നെ ജയിക്കും. ഞാൻ പ്രസിഡന്റ് ആവുകയും ചെയ്യും. ആലോചിക്ക. ഇനി എന്തു വേണമെന്ന് നീ ആലോചിക്കും. ഉമാമഹേശ്വരിക്ക് ആകെ സമനില തെറ്റിയിരിക്കുക. ഈ അവസ്ഥയിൽ അവൾ എന്തും ചെയ്യും. തുളസി അവളെ കൊന്നിട്ട് പറഞ്ഞതുപോലെ കുറ്റം എന്റെ തലയിൽ വെച്ചാ ഞാൻ കുടുങ്ങും. എന്റെ മോന്റെ കല്യാണം. അപ്പൊ നീ തീരുമാനിക്ക എന്ത് വേണമെന്ന്. ഞാൻ ഫോൺ വെക്കാം. വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. തുളസിയെ കൊല്ലരുത്. എനിക്ക് വലുത് എന്റെ ജീവിതമാ. എനിക്കൊരു സീറ്റും വേണ്ട. ഉമാമഹേശ്വരി ആവശ്യപ്പെടുന്ന എന്തും ഞാൻ ചെയ്യാം. ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് വാക്ക് മാറ്റിയാലോ? ഇല്ല, ഞാൻ ഒരിക്കലും വാക്ക് മാറ്റില്ല. സത്യം എന്ന് വിശ്വസിക്കാം. അപ്പൊ നീ രാജിക്കത്ത് തയ്യാറാക്കി വെച്ചോ. ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഉമാമഹേശ്വരി ആരാണെന്ന്. എടി, ഇതുപോലെയുള്ള ഒത്തിരി കളികൾ രാഷ്ട്രീയത്തിൽ കളിച്ചു നേടിയിട്ടുള്ളവളാ ഈ ഉമ. എന്നെ തോൽപ്പിക്കാൻ നിന്റെ ഒന്ന് ഈ ബുദ്ധി പോരാ. ഉമാമഹേശ്വരി മനസ്സിലൊന്ന് വിചാരിച്ച ഏത് നുണമാർഗത്തിലൂടെയും അത് നേടിയിരിക്കും. എവിടെ പോയാലും എന്നെ വിളിച്ചു പറയുന്നത് എന്നോട് പറയാതെ. ഇല്ല, ഇത് അവളായിട്ട് പോയതല്ല. അങ്ങനെ പറയാതെ അവൾ ഒരിടത്തേക്കും പോകാറില്ല. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്റെ മനസ്സങ്ങനെ പറയുന്നു ചേട്ട. ഇനി ദുർഗേച്ചെങ്ങാനും മോളെ അപായപ്പെടുത്തിയിട്ടുണ്ടാവോ? പ്രിയ, നീ എന്തായി പറയുന്നേ? ദുർഗേച്ചിക്ക് തുളസിയുടെ വെറുപ്പായിരുന്നില്ലേ? ശത്രുതയായിരുന്നില്ലേ? ഇലക്ഷന്റെ നേരത്തല്ലേ ദുർഗേച്ചി ആ ശത്രുതയൊക്കെ മറന്ന് സ്നേഹം കാണിച്ചു തുടങ്ങിയത്? ഇന്നിപ്പോ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടും വന്നു, ദുർഗേച്ചി ജയിക്കുകയും ചെയ്തു. ഇനി ദുർഗേച്ചിക്ക് തുളസിമോളുടെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ദുർഗേച്ചി തുളസി അപായപ്പെടുത്തുന്നു. അങ്ങന്റെ അബദ്ധം ദുർഗേച്ചി കാണിക്കുവോ? ഒരിക്കലുമില്ല. വഴക്കും പിണക്കവും വെല്ലുവിളിയൊക്കെ ഉണ്ടാവും. പക്ഷേ അതിര് വിട്ടൊന്നും പ്രവർത്തിക്കാനുള്ള മനസ്സൊന്നും ദുർഗേച്ചിക്കുണ്ടാവില്ല. നോക്ക്, അത് മാത്രമല്ല, ഒരമ്മയ്ക്ക് താൻ പ്രസവിച്ച മോളോട് കണ്ണിച്ചോരല്ലാത്ത എന്തെങ്കിലും ക്രൂരത കാണിക്കാനാവൂ? അതല്ല ചേട്ടാ, ദുർഗേച്ചിക്ക് തുളസി സ്വന്തം മോളാണെന്ന് ഇപ്പോഴും അറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ ദുർഗേച്ചി അവളോട് ശത്രുതയോടെ പെരുമാറുന്നത്. അച്ഛൻ എന്തോന്നും മിണ്ടാത്തെ? ഞാനും എന്റേതായിട്ടുള്ള വഴിക്ക് തുളസിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എവിടെ പോയാലും എന്ത് ചെയ്താലും അവൾ സമയാസമയം എന്നെ വിളിച്ചറിയിക്കുന്നതാ.
എന്നോട് പറയാതെ അവൾ ഒന്നും ചെയ്യാറില്ല. ഞാൻ അറിയാത്തതായി ഒരു കാര്യം അവളുടെ ലൈഫിലില്ല. അവൾ എന്നോട് പറയാതെ എങ്ങും പോവില്ല. ഇത് അവളായിട്ട് പോയതല്ല. അവൾക്ക് വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അച്ഛാ, അത് ഉറപ്പാ. അതാ എന്റെ ടെൻഷൻ. അച്ഛാ, നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അച്ഛൻ വിചാരിച്ച തുളസിയെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അച്ഛൻ എന്താ ഒന്നും ചെയ്യാതെ നിൽക്കുന്നേ? എടോ, ഞാൻ പറഞ്ഞില്ലേ അന്വേഷിക്കുന്നുണ്ട്. അവള് ജയന്തി പ്രിയയുടെ മോളൊന്നുമല്ല, എന്റെ മോളാ. എനിക്ക് നിന്നെ പോലെ തന്നെ അവളെ കണ്ടെത്തുന്നവരെ എനിക്കൊരു മനസ്സമാധാനമില്ല. അച്ഛാ, നമ്മളിങ്ങനെ കാത്തു നിൽക്കുന്ന ഓരോ നിമിഷവും അവൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കണ്ട. അവൾക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അച്ഛാ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഇങ്ങനൊന്നും പറയണ്ട. അവളെ കണ്ടെത്തണം. ഉടനെ കണ്ടെത്തിയേ പറ്റൂ. അച്ഛാ, തുളസിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഈ ആദ്യം ഉണ്ടാവില്ല. നീ വണ്ടി കയറണം. ഇത് കാണിക്കണം. നീ എന്നെ മാന്യത പഠിപ്പിക്കാനൊന്നും നോക്കണ്ട. പ്രിയെ, ഞാൻ നിന്നോട് പറയാനുള്ളത് പറഞ്ഞു. നീ മര്യാദയ്ക്ക് വീട്ടിൽ പോ. അങ്ങനെയൊന്നും ഞാൻ പോവില്ല. എനിക്ക് ചില സത്യങ്ങൾ പറയാനുണ്ട്. ഇതുവരെ അത് പറയാൻ അനുകൂലമായൊരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അതൊന്നും നോക്കുന്നില്ല. ദുർഗേച്ചി ആ സത്യം അറിയണം. നീ പറയാൻ പോകുന്ന സത്യം എന്താണെന്ന് എനിക്കറിയാം. തുളസി എന്റെ മോളാണെന്നല്ലേ നീ പറയാൻ പോകുന്ന? എന്താ എന്റെ മറുപടി കേട്ട് നീ ഞെട്ടിപ്പോയോ? നീ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? നീ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് എനിക്കറിയാം. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മകളെ അലഞ്ഞു തിരിയാൻ വിട്ടിട്ട് ഇപ്പൊ മോളെ കാണാതായപ്പോ എന്നോട് വന്ന് ചോദിക്കുന്നു. അവളെ നീ മര്യാദയ്ക്ക് വളർത്തണമായിരുന്നു. അവളെ വളർത്തേണ്ട രീതിക്ക് വളർത്താത്തത് കൊണ്ടാ നീ ഇപ്പൊ അവളെ അന്വേഷിച്ച് ഈ പാതിരാത്രിക്ക് ഇങ്ങനെ കിടന്ന് അലയുന്നത്. വളർത്തു ദോഷം. നീ അവളെ വേറെ എവിടെയെങ്കിലും പോയി നോക്ക്. അവളെന്തായാലും ഇവിടെയില്ല. അവൾ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയുകയില്ല. നീ പോവാൻ നോക്ക്. ഇറങ്ങടി. ഇറങ്ങാൻ. ഞങ്ങളുടെ പ്രശ്നം മാറണമെങ്കിൽ അതിന് ഉമാ മേഡം തന്നെ വിചാരിക്കണം. മേഡം കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാ. പക്ഷെ മേഡം അത് ചെയ്യുന്നില്ല. ഞങ്ങൾക്കാണെങ്കിൽ മേഡത്തിനോട് അത് പറയാനും പറ്റില്ല. ഞങ്ങൾ അങ്ങനെ പരാതി പറയുമ്പോ മാഡത്തിന് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാലോ? ഇക്കാര്യം എനിക്ക് വിട്ടേക്കാം. മാഡത്തോട് ഞാൻ പറഞ്ഞേക്കാം. നീയോ? നീ എങ്ങനെ പറയും? നിന്നോട് ഉമാ മേഡത്തിന് വെറുപ്പല്ലേ? മേഡത്തിന്റെ ശത്രുവല്ലേ നീ? ഏയ്, അതൊന്നും നിങ്ങളെ കാര്യാക്കണ്ട. ഇത്രയും വലിയ പവറും സ്വാധീനമുള്ള ഉമാ മാഡത്തിനെ ദുർഗാമ്മ എങ്ങനെയാ പരാജയപ്പെടുത്തിയത്? അത് പിന്നെ തുളസിയുടെ സഹായവും ബുദ്ധിയും ദുർഗാ മേഡത്തിന് കൂട്ടായിരുന്നതുകൊണ്ടല്ലേ ദുർഗാ മേഡം ഉമാ മേഡത്തിനെ പരാജയപ്പെടുത്തിയത്. ഓ, അപ്പൊ അതൊക്കെ അറിയാല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉമാ മാഡത്തെ ഇലക്ഷനിൽ പരാജയപ്പെടുത്തിയത് ഞാനാ. അതുകൊണ്ട് ഈ തുളസിയെ നിങ്ങൾ അങ്ങനെ നിസ്സാരമായിട്ടൊന്നും കാണണ്ട. നിങ്ങളുടെ ആവശ്യം എന്താന്ന് പറയൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പാ. ആദ്യം അത് മാറ്റണം. വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉടനെ കഴിക്കണം. ഉടനെ എവിടെന്നെങ്കിലും കുറച്ച് ആഹാരം കിട്ടിയേ പറ്റൂ. ഓക്കെ, അത് ഞാൻ ഏറ്റു. വാട്ട് ഇസ് നെക്സ്റ്റ്? അടുത്ത എന്താ? അത് പിന്നെ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ കാവിലിരുന്ന് മുഷിയുവാ. ഒരു TV കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഞങ്ങൾ എല്ലാവരും മുടങ്ങാതെ സീരിയൽ കാണുന്നവരാ. ആ സീരിയലുകൾ ഇന്നെങ്ങനെ കാണുമെന്നാ ചിന്തിക്കുന്നത്. അത് ശരിയാ. ഒരു TV കൂടെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ആ, അപ്പോ TV കൂടെ വേണം. ഇത്ര മതിയോ? തൽക്കാലം ഇത്രയും മതി. ശരി,
ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നിരിക്കും. തുളസിയെ പറയുന്നേ. പ്രസാദ് സാറിന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ചേച്ചി. ഞാൻ ഈ വീട്ടിൽ എന്ന് വന്നതാ. ഞാൻ വന്നത് മുതൽ ഇന്ന് വരെ പ്രസാദ് സാർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തിന്? ഒന്ന് ഒച്ച ഉയർത്തി സംസാരിച്ചിട്ട് പോലുമില്ല. ഇനി അഥവാ ദുർഗേച്ചി ഒന്ന് മുഖം കറുപ്പിച്ചാ പോലും സാറതൊന്നും കണ്ടില്ല എന്ന മട്ടില് ശാന്തനായി ഇരുന്നിട്ടല്ലേ ഉള്ളൂ. ആ സാറാ ഇന്ന് പ്രാന്ത് പിടിച്ച പോലെ പൊട്ടിത്തെറിച്ച് എന്നെ അടിക്കാൻ കൈ ഓങ്ങിയത്. പ്രശ്നം വേറൊന്നുമല്ല, ആ തുളസിയെ കാണാത്തതാ ഈ കാണിക്കുന്ന ഭ്രാന്തിന്റെ കാരണം. അവളെ കാണാനില്ലാത്തതിന്റെ പേരില് സാറിന് എന്തിനാ ദുർഗേച്ചി ഇത്ര ടെൻഷൻ? അവളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാനും അവളെ എവിടെയുണ്ടെന്ന് തിരയാനും അവളുടെ അച്ഛനും അമ്മയുണ്ടല്ലോ അവിടെ. അത് തന്നെയാ ഞാനും ചിന്തിക്കുന്നത്. തുളസിയുടെ കാര്യത്തില് പ്രസാദിന് എന്താ ഇത്ര ടെൻഷൻ? അവളെ മാമാ മാമാന്ന് വിളിച്ച് പ്രസാദ് സാറിനെ സോപ്പിട്ട് വെച്ചേക്കുമല്ലേ. അതുകൊണ്ടായിരിക്കും സാറിന് അവളോട് ഇത്രയും വലിയ അടുപ്പം. അവള് വിചാരിക്കുന്നതേ സാറിന് തന്ത്രത്തിൽ കയ്യിലെടുത്ത ആദ്യം അവളുമായിട്ടുള്ള കല്യാണം നടക്കുമെന്ന്. പിന്നെ അവളുടെ ആ മോഹം നടന്നത് തന്നെ. ആദ്യം ആതിരയും തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തും. അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ആവും. പ്രസാദേട്ടന് ഇപ്പം നമ്മുടെ മുന്നിൽ കാണിച്ച ഭ്രാന്തിനുള്ള ചികിത്സയും ആവും. തുളസി എവിടെ? എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല ചേട്ടാ. നിനക്കറിയാം? അയ്യോ എനിക്കറിയില്ല. ഡാഡിയാണ്, മമ്മിയാണ്, ആദ്യമായിട്ടാണ് സത്യം. എനിക്കറിയില്ല. അവള് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നിടത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് പോയതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പ്രോമിസ് ആദ്യേട്ടാ, പ്രോമിസ്. ആതിരെ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. തുളസിക്ക് എന്തെങ്കിലും സംഭവിച്ച നീ വിവരം അറിയും. പിന്നെ ജീവനോടെ ഈ ലോകത്ത് നിന്നെ വെച്ചേക്കില്ല ഞാൻ. ഹലോ, ഞാനാ തുളസി. മോളെ തുളസി, മോളെ നീ എവിടെയാ? നീ എവിടെ പോയിരിക്കുന്നത്? നിന്നെ കാണാതെ ഞങ്ങൾ എല്ലാവരും വിഷമിച്ചിരിക്കുക. നിനക്ക് എന്താ പറ്റിയത് മോളെ? പറയേ. സമാധാനിക്ക, എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ സേഫാ. മോളെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അമ്മേ. നീ ഇപ്പൊ എവിടെയാ? എന്തായി ദുർഗ, നിന്റെ മോന്റെ കല്യാണ ഒരുക്കങ്ങളൊക്കെ? ആ, നടക്കുന്നു. എന്തായി നിന്റെ രാജിയുടെ കാര്യം? അത് ചെയ്യാം, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. നിന്റെ മോന്റെ കല്യാണവും രാജിയുമായി കൂട്ടിക്കുഴയ്ക്കണ്ട. ആദ്യം രാജി, അത് കഴിഞ്ഞു മതി കല്യാണം. അല്ലെങ്കിൽ നീ വിവാഹ ആഘോഷം പ്ലാൻ ചെയ്യുമ്പോ ഞാനിവിടെ നിന്നെ ജയിലിലിടാനുള്ള പദ്ധതി ഉണ്ടാക്കും. മൈൻഡ് ഇറ്റ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് രാജിവെക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ നിനക്ക് ഇപ്പൊ എങ്ങനെ എന്നെ കാണാതിരിക്കാൻ സാധിക്കുന്നു? നീ ചെയ്തത്
വലിയ ചതിയായിപ്പോയി തുളസി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാറുന്നില്ലേ? ഞാനതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമായിരുന്നല്ലോ. നിനക്കൊപ്പം എന്തിനും ഏതിനും ഞാനുണ്ടാവായിരുന്നില്ലേ? എന്തിനാ നീ ആരോടും പറയാതെ പോയത്? ശരിക്കും എന്താ നിന്റെ പ്രശ്നം? നീ എന്റെ ജീവശ്വാസമാ. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. തുളസി വിളിച്ച നമ്പറിലേക്കൊന്ന് വിളിച്ചാലോ പ്രിയേ? ആ നമ്പറിലേക്ക് ഞാൻ രാവിലെ വിളിച്ചു നോക്കി. ആ നമ്പർ ഇപ്പൊ സ്വിച്ച് ഓഫാ. ആകെ കൂടി ഉണ്ടായിരുന്നൊരു പിടിവിളിയായിരുന്നു ഫോൺ. അതും കൂടി സ്വിച്ച് ഓഫ് ആയാൽ എന്ത് ചെയ്യും? ജയേട്ടാ, ഇങ്ങനെ മാനക്കേട് നോക്കിയിരിക്കാതെ ഡിപ്പാർട്ട്മെന്റ് വഴി ഒന്ന് അന്വേഷിക്കാവോ? നമുക്ക് നമ്മുടെ മോളെ കണ്ടെത്തണ്ടേ? അവള് വിളിച്ച നമ്പർ സൈബർ സെല്ലിൽ കൊടുത്താ അവൾ എവിടെ നിന്നാണ് വിളിച്ചതെന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റില്ലേ? ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യേട്ടാ. ഓരോ നിമിഷം കഴിയുന്തോറും എനിക്ക് പേടി കൂടുക. ഇപ്പൊ അവളെ കാണാതായിട്ട് ഒരു രാത്രി കഴിഞ്ഞിരിക്കുന്നു. സൈബർ സെല്ലിൽ കൊടുത്താ അവർ ടവർ ലൊക്കേഷൻ നോക്കി കണ്ടുപിടിച്ചു തരും. പിന്നീട് കണ്ടുപിടിക്കാൻ എളുപ്പമാവും. എന്നിട്ടാണോ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത്? നമുക്ക് പ്രസയോട് ആലോചിച്ചിട്ട് ആ വഴിക്ക് നോക്കാം. പറയണം മാഡം. നിനക്കെന്നോട് വിരോധാണെന്ന് എനിക്കറിയാം. അങ്ങനെ തോന്നാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ലല്ലോ. ഞാൻ ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോ നീയും ദുർഗയും കൂടി എന്നെ തോൽപ്പിച്ചപ്പോ എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും കടുത്ത ശത്രുത തോന്നി. എന്റെ മുഖ്യ എതിരാളി ദുർഗയാണെങ്കിലും അവൾക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത് അവളെ ജയിപ്പിച്ച നിന്നെയും വെറുതെ വിടരുതെന്ന് തോന്നി. നിന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നിന്നെ വച്ച് ദുർഗയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് രാജിവെപ്പിക്കുക മാത്രമായിരുന്നില്ല എന്റെ ലക്ഷ്യം. എന്നെ അടിയറവ് പറയിപ്പിച്ച നിന്നെയും നശിപ്പിക്കണമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്നലെയോടുകൂടി ഞാൻ ആ ചിന്ത ഉപേക്ഷിച്ചു. അതെന്താ പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടാവാൻ കാരണം? നീ ആരാണെന്നും നിന്റെ സ്വഭാവത്തിലെ സത്യസന്ധതയും നിഷ്കളങ്കതയും ഇന്നലെ എനിക്ക് ബോധ്യപ്പെട്ടു. നിന്നെ ഒരു ശത്രുവായി കണ്ട എനിക്ക് പോലും വളരെ ഗൗരവമായി നീ ചിലത് ഉപദേശിച്ചു. ആ വാക്കുകൾ എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് നീ പറഞ്ഞു. ആത്മാർത്ഥമായി എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്നവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും അവരെ കരുതലോടെ എങ്ങനെ കൂടെ കൊണ്ടുപോകണമെന്നും നീ എന്നെ പഠിപ്പിച്ചു. നിനക്കതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നെ അങ്ങനെ ഒരു സെന്റിമെന്റ്സിലാക്കേണ്ട കാര്യമില്ലായിരുന്നു. നീ ശത്രുത മറന്ന് ഞങ്ങളോട് പെരുമാറിയത്. അതാ നിന്റെ ക്വാളിറ്റി. നിന്റെ വാക്കുകൾ വിശ്വസിച്ച് ഇന്നലെ ഞാൻ നിന്റെ കെട്ടഴിച്ചു വിട്ടു. വേണമെങ്കിൽ ആ സ്ത്രീകളുടെ കണ്ണുവെട്ടിച്ച് നിനക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ നീ പോയില്ല. അതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. നീ വാക്കിന് ഏറെ വില കൊടുക്കുന്നവളാണെന്ന്. എടാ, നീക്ക് എനിക്കൊരു വഴി പറഞ്ഞതാ. എടാ, നീ ഇങ്ങനെ വറചട്ടി നിൽക്കുമ്പോൾ നിന്നിട്ട് വഴി ചോദിച്ചാൽ മതിയോ? അവൾ എങ്ങനെയാ മിസ്സിംഗ് ആവാനുള്ള സാധ്യത ആലോചിക്കേ. മിസ്സിംഗ് ആവുന്നതിന് മുമ്പെങ്ങാനും അവള് നിന്നെയോ നീ അവളെയോ വിളിച്ചായിരുന്നു? ഇല്ലടാ, അവൾ എന്നെ വിളിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ അവളുടെ ഫോൺ റീച്ചബിളും അല്ല. എടാ, അതിന് അവളെ ഇപ്പം കടത്തിക്കൊണ്ടു പോകാൻ മാത്രം ശത്രുതയുള്ള ആരുണ്ടാ? എടാ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. എടാ, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? നിന്റെ അമ്മയെ വിജയിപ്പിച്ചത് അവളല്ലേ? അന്ന് മുതൽക്കേ ഉമാമഹേശ്വരി അവളെ നോക്കി വെച്ചിരുന്നതാ. ഇനി അവരെങ്ങാനും... എടാ, അതിന് അവളുമായിട്ട് അവർക്ക് വൈരാഗ്യമൊന്നും ഇല്ലല്ലോ. അതല്ലടാ,
തോൽവി ആർക്കാണെങ്കിലും ഒരു ക്ഷീണമല്ലേ, അതും ഒരു പെണ്ണ് കാരണം. എനിക്കങ്ങനെയൊന്നും തോന്നില്ലടാ. പക്ഷേ എനിക്കൊരാളെ ബലമായി സംശയമുണ്ട്. ആരെയാ നിനക്ക് സംശയം? അത് വേറെ ആരെയല്ല, നിന്റെ അമ്മയെ തന്നെ. എന്റെ അമ്മയോ? എടാ നിനക്കെന്താ ഭ്രാന്തായോ? എടാ അമ്മ എന്തിനാ അവളെ കടത്തിക്കൊണ്ട് പോകുന്നേ? ആദി, അത് തള്ളിക്കളയാൻ പറ്റുന്നൊരു സാധ്യതയല്ല. എടാ നീയൊക്കെ ഇത് എന്താടാ പറയുന്നേ? ഇന്നലെ വരെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന തുളസി അമ്മ എന്തിനു കടത്തിക്കൊണ്ട് പോണം? അത് മാത്രമല്ല, ഇതൊന്നും അറിയാതെ അമ്മ വീട്ടിലിരിപ്പുണ്ട്. നിന്റെ അമ്മ ചിലപ്പോ നിന്റെയും ആതിരയുടെയും കല്യാണം നടത്താൻ വേണ്ടി അവളെ മനഃപൂർവ്വം തട്ടിക്കൊണ്ടുപോയി ഒളിയിൽ പാർപ്പിച്ചാണെങ്കിലോ? നിന്റെ അമ്മയുടെ സ്വഭാവം അനുസരിച്ച് അതിനാണ് കൂടുതൽ സാധ്യത. ഏയ്, എന്റെ അമ്മ അങ്ങനൊന്നും ചെയ്യലടാ. അല്ലാതെ തന്നെ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? നിന്റെ അച്ഛനാണ് ACP, അവളുടെ അച്ഛനാണ് ഈ പോലീസ് കോൺസ്റ്റബിൾ. അവരൊന്ന് തപ്പിയാ അവളെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എടാ ആ വഴിക്കൊക്കെ അന്വേഷിക്കുന്നുണ്ടാ. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. അവളെ ആരെങ്കിലും അപകടപ്പെടുത്താൻ. ആദി, നീ അങ്ങനെ വെറുതെ കാട് കയറി ചിന്തിക്കുന്നു വേണ്ട. നീ വാ, നമുക്കൊന്ന് തപ്പി നോക്കാം. എവിടെ തപ്പാനാ? നീ ഒരു കാര്യം ചെയ്തേ, അങ്ങോട്ട് മാറി നിൽക്ക്. ഇവിടുത്തെ അടുക്കള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അയ്യോ അതൊന്നും വേണ്ട പ്രിയേച്ചി, പാചകമൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. വേണ്ട സുലു, എല്ലാം ഞാൻ ചെയ്തോളാം. നീ അങ്ങ് മാറിക്കേ. ഇതൊക്കെ എന്റെ കടമയല്ലേ. എന്റെ ചേട്ടന്റെ മോന്റെ കല്യാണം ഇവിടെ നടക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റുമോ? അല്ല, മാറി നിൽക്കുന്നത് ശരിയാണോ? ഇല്ല. സുലു, നീ പറ, ആദിയുടെ കല്യാണത്തിന് അവന്റെ ആന്റിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഉണ്ട്. അതാണ്. അതുകൊണ്ട് ഇന്നത്തെ വിഭവങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കും. നീ എന്റെ കൂടെ നിന്ന് തന്നാ മാത്രം മതി. അല്ല, പ്രിയേച്ചിക്ക് പ്രയാസമൊന്നുമില്ലേ? എന്തിന്? തുളസിമോളെ കാണാത്തതുകൊണ്ടാണോ? അതിലെനിക്ക് പ്രയാസമൊന്നുമില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ? അല്ല, ആദ്യെ കൊണ്ട് തുളസിയെ വിവാഹം കഴിപ്പിക്കാൻ നിങ്ങളൊക്കെ കുറെ ആഗ്രഹിച്ചതല്ലേ? തുളസിയും ഒരുപാട് മോഹിച്ചു, അതൊന്നും നടന്നില്ലല്ലോ. ഇപ്പതേ ദുർഗേച്ചിയുടെ ആഗ്രഹം പോലെ ആദിയുടെയും ആതിരമോളുടെയും വിവാഹം നടക്കാൻ പോവാ. ഇതില് പ്രയാസം ഇല്ലെന്നാ ഞാൻ ചോദിച്ചേ. മനുഷ്യനൊന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് തീരുമാനിക്കുന്നു. ദൈവത്തിന്റെ തീരുമാനം നമ്മൾ അംഗീകരിച്ചല്ലേ മതിയാവൂ. ആദിയും തുളസിയും തമ്മിലുള്ള വിവാഹം ദൈവം വിധിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ സുലു. അതിലിനി പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം? തുളസിക്ക് ഇനി വേറെ ഏതെങ്കിലും പയ്യനെ ആലോചിക്കാം. ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ. ഒരാൾക്ക് ഇത്ര പെട്ടെന്നൊക്കെ മാറാൻ പറ്റൂ? എന്നിട്ട് അവൾ എവിടെ ഉള്ളത്? അവൾ എന്ത് പറഞ്ഞു? കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എവിടെയാണെന്നും പറഞ്ഞില്ല. അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഞങ്ങൾ ഇവിടുത്തെ കല്യാണത്തിനുണ്ടാവണമെന്ന് അവള് പ്രത്യേകം പറഞ്ഞു. അത് മാത്രം ആകെ പറഞ്ഞത്. എന്നിട്ട് നീ ഒന്നും ചോദിച്ചില്ലേ? അതിനു മുമ്പ് അവള് ഫോൺ കട്ട് ചെയ്തു. അവൾ എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്, അതാണ് എന്റെ ടെൻഷൻ. എന്നിട്ട് നിങ്ങൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചില്ലേ? വിളിക്കണ്ടെന്ന് അവള് പറഞ്ഞത്. എങ്കിലും ഞങ്ങൾ വിളിച്ചു. അപ്പൊ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ നമ്പർ കയ്യിലുണ്ടോ? ഏട്ടന് തരാൻ വേണ്ടി ഞാനത് എഴുതി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ടെൻഷൻ ആവണ്ട. സൈബർ സെല്ലിൽ കൊടുത്ത് ടവർ ലൊക്കേഷൻ നമുക്ക് ആദ്യം ട്രേസ് ഔട്ട് ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അപ്പൊ കിട്ടുമല്ലോ. അത് വെച്ച് നമുക്ക് അന്വേഷിക്കാം. എന്തായാലും അവള് വിളിച്ചതൊരു ആശ്വാസമായല്ലോ. എങ്ങനെ ആശ്വസിക്കും ഏട്ടാ? അവൾ ആരുടെ ഒപ്പമാണ്, എവിടെയാണ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അത് പിന്നെ സേഫ് ആയിരിക്കുന്നു എന്ന് അവള് പറഞ്ഞ വിവരം മാത്രമേ നമുക്കുള്ളൂ. ചിലപ്പോ നമ്മളെ സമാധാനപ്പെടുത്താൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞതെങ്കിലോ? അത് എന്റെയും ടെൻഷൻ. ആലോചിച്ചിട്ട് ഒരു മനസ്സമാധാനമില്ല. അതുകൊണ്ട് പ്രധാനമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ അവളെ ആരെങ്കിലും ട്രാപ്പിൽ പെടുത്തിയിട്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവള് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലോ? അങ്ങനൊരു സംശയം എനിക്കുണ്ട്.
രേണിത് പറഞ്ഞപ്പോ എനിക്കൊരു ടെൻഷനുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഇലക്ഷൻ ടൈമിൽ അവൾ ആ ശിവശങ്കറിനോടൊക്കെ ഉടക്കിയതല്ലേ. ഇലക്ഷനിൽ ഉമാമഹേശ്വരി തോൽക്കുകയും ചെയ്തു. ഇനി അതിന്റെ എന്തെങ്കിലും വിരോധത്തില് അവരുടെ ആൾക്കാർ വല്ലതും അന്വേഷിക്കാം. അവരുടെ നീക്കങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതിപ്പോ മറ്റൊരാളായിരുന്നുവെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ ഇടപെടുത്തി പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താമായിരുന്നു.